ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനമുള്ള ശ്രോതാക്കളെ, നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു ഉയർച്ച കിട്ടാത്ത അവസ്ഥ, ആ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് ഇന്ന് നാം പറയുവാൻ പോകുന്നത്. ഇതുപോലുള്ള നല്ല അറിവുകൾ നമുക്ക് ഉപകാരമാകുന്ന, ജീവിതത്തിൽ പ്രയോജനമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജീവിക്കുവാൻ വേണ്ടി മനുഷ്യൻ പല വഴികളും നോക്കുന്നുണ്ട്. ജീവിതത്തിൽ അവൻ്റെ ജീവിതം ഒരു നല്ല നിലയിൽ കൊണ്ടുവരുവാൻ അവൻ പല രീതിയിലും പാടുപെടുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട്. ധാരാളം പേർ എന്ത് ചെയ്തിട്ടും ഒരു ഉയർച്ച കിട്ടുന്നില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ജീവിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും പല രീതികളിലും അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി അവൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടും ഒരു മെച്ചം കിട്ടുന്നില്ല, ഉയർച്ച കിട്ടുന്നില്ല എന്ന് വിഷമം അനുഭവിക്കുന്ന ധാരാളം പേര് നമുക്കറിയാം. ജീവിതത്തിലെ ഏതൊരു കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രയാസത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ ആ കാര്യങ്ങൾക്ക് പിന്നീട് നേട്ടം കിട്ടുക. ഏതൊരു കാര്യവും എളുപ്പം കിട്ടുന്നവയുമല്ല. നമ്മൾ കഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അധ്വാനിക്കാതെ വളരെ എളുപ്പം കിട്ടുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. അഥവാ എല്ലാവർക്കും ആ ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഒരു പ്രയാസവും അനുഭവിക്കാതെ തന്നെ ചിലപ്പോൾ അവരുടെ ഭാഗ്യം എന്നുള്ള നിലക്ക് അവർക്ക് കാര്യങ്ങൾ ഒരു നേട്ടം കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ വന്നു ചേരുന്നുണ്ടാവാം. ഇത് അധിക വർഷവും നമ്മൾ അധ്വാനത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ, ത്യാഗത്തിലൂടെയൊക്കെ എടുക്കുന്നവയായിരിക്കും. എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുത്താലും, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചാലും, എന്തൊക്കെ ജോലികൾ ചെയ്താലും, എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു വഴിയായി നാം നോക്കി ജീവിതത്തിന് ഒരു മുന്നേറ്റം കിട്ടുവാൻ, ഒരു ഉയർച്ച കിട്ടുവാൻ വേണ്ടി നാം എന്തൊക്കെ പാടുപെട്ടാലും അതൊന്നും അവർക്ക് അതിൻ്റെ ഉദ്ദേശം പോലെ, അല്ലെങ്കിൽ അവരുടെ മനസ്സംതൃപ്തി പോലെ അവർക്ക് അതിൻ്റെതായ ഒരു വിജയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു നേട്ടം കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടൊരു ഗതി വരുന്നില്ല എന്നുള്ള വിഷമം പറയുന്നവർക്ക് നല്ലൊരു പരിഹാരമാണ് അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള ദിക്ർ. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന് ഒരു സഹായം പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് വരണമല്ലോ. അവൻ്റെ ഒരു തൃപ്തിയോ അവൻ്റെ ഒരു കരുണാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് നമ്മുടേതായ രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഉദ്ദേശത്തിലെത്താൻ പറ്റുക, ഒരു അവസ്ഥയിലെത്താൻ പറ്റുക, ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളായ അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള യാ മുഅ്മിൻ യാ അല്ലാഹ് എന്ന ദിക്ർ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിരന്തരം നിത്യമായി ആത്മാർത്ഥമായി ചൊല്ലിയാൽ തന്നെ അവൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് അവനക്കൊരു മുന്നേറ്റം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ഗതി കിട്ടാൻ അത് കാരണമാകും. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നാം ചൊല്ലുന്ന ദിക്റിന് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ അത് അവൻ സ്വീകരിച്ചാൽ നമ്മുടെ ആത്മാർത്ഥതയും ആത്മാർത്ഥത പോലെ ഇഖ്ലാസ് പോലെ നമ്മുടെ നിത്യമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഭാഗമായി ആ ദിക്ർ മാറിയാൽ തന്നെ, അവൻ സ്വീകരിച്ചാൽ തന്നെ അതിന് മാറ്റം നമ്മുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങാവുന്നതാണ്. അത്രയേറെ മഹത്വമേറിയ ദിക്റാണ് യാ മുഅ്മിനു യാ മുഅ്മിനു യാ അല്ലാഹ് എന്ന ദിക്ർ. ശ്രോതാക്കൾ, ഇതുപോലെ നല്ല അറിവുകൾ നമ്മളിലേക്ക് വന്നു ചേരുവാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.